ഹലോ, നമ്മൾ ഇന്ന് ഊണിനൊക്കെ പറ്റിയ ഒരു മെഴുക്ക് പുരട്ടിയുടെ റെസിപ്പിയാണ് ചെയ്യുന്നത്. അപ്പോൾ മെഴുക്ക് പുരട്ടി എന്ന് പറയുമ്പോഴത്തേക്ക് വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അതുകൊണ്ട് തന്നെ ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളത് ഉരുളക്കിഴങ്ങും അതുപോലെ തന്നെ വഴുതനങ്ങയാണ്. അപ്പോൾ ഉരുളക്കിഴങ്ങ് ഒരുപാടൊന്നും എടുത്തിട്ടില്ല. ഒരു 3 ചെറിയ ഉരുളക്കിഴങ്ങ് ഇതുപോലെ കട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ 2 മീഡിയം സൈസിലുള്ള വഴുതനങ്ങയും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് ഉരുളക്കിഴങ്ങൊക്കെ ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് വെളിച്ചെണ്ണയിൽ തന്നെയാട്ടോ ചെയ്യണത്. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ഉരുളക്കിഴങ്ങൊക്കെ അതിലേക്ക് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കുക. ആ ഒരു സമയം കൊണ്ടിട്ട് ഞാനിവിടെ ആ ഒരു വഴുതനങ്ങയൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് കട്ട് ചെയ്ത് കഴുകി വൃത്തിയാക്കിയൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഉരുളക്കിഴങ്ങ് നമ്മൾ ടോസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും ചെറിയൊരു ഗോൾഡൻ കളർ ഇതുപോലെ വരില്ലേ, ആ ഒരു സമയം വരെ ടോസ്റ്റ് ചെയ്തിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു കളർ വരുമ്പോൾ നമുക്കത് മാറ്റിയിട്ട് കുറച്ചുകൂടെ വെളിച്ചെണ്ണ വേണമെന്നുണ്ടെങ്കിൽ ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് 1/2 ടീസ്പൂൺ അളവിൽ കടുക് ഒന്ന് ചേർത്ത് പൊട്ടിച്ച് കൊടുക്കുക. കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ നല്ല ജീരകവും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ജീരകം ഉരുളക്കിഴങ്ങിൻ്റെ കൂടെ ഒരു പ്രത്യേക ടേസ്റ്റല്ലേ. അപ്പോൾ ഒരു ചെറിയൊരു സവാള ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതുകൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ സവാളയുടെ കൂടെ തന്നെ കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക. സവാള ഒന്ന് വാടിയാൽ മതി കേട്ടോ, ഒരുപാട് ബ്രൗൺ കളറിലേക്കൊന്നും പോകണ്ട. ആ ഒരു സമയത്ത് തന്നെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും ഒരു 3/4 ടീസ്പൂൺ അളവിൽ നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന മുളക് പൊടിയാണ്. അപ്പോൾ നമ്മൾ വഴുതനങ്ങയും ഉരുളക്കിഴങ്ങും ഒക്കെ എടുക്കുന്ന ആ ഒരു അളവിന് അനുസരിച്ച് എരിവിന് പാകമായിട്ട് ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടി കൂടി ചേർക്കുന്നുണ്ട്. മല്ലിപ്പൊടി കൂടി ഇട്ടിട്ട് ആ ഒരു മസാലയുടെയൊക്കെ ആ ഒരു റോ ടേസ്റ്റൊക്കെ ഒന്ന് മാറി നന്നായിട്ടൊന്ന് മൂത്ത് കിട്ടണം. അപ്പോൾ ലോ ഫ്ലെയിമിൽ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കുക. അതിനുശേഷം പൊടികളൊക്കെ ഒന്ന് മൂത്ത് കഴിയുമ്പോൾ നമ്മൾ നേരത്തെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള വഴുതനങ്ങ കൂടി ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ വഴുതനങ്ങ വെണ്ടയ്ക്കയുടെ കൂടെ ടോസ്റ്റ് ചെയ്യാഞ്ഞത് വഴുതനങ്ങ ഒരുപാട് വെന്തുടഞ്ഞിട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ കറിയല്ല മെഴുക്ക് പുരട്ടിയാണെന്നുണ്ടെങ്കിൽ എന്താണെന്നുണ്ടെങ്കിലും കാണാൻ ഒരു ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഉരുളക്കിഴങ്ങ് പിന്നീടാണ് ചേർത്ത് കൊടുത്തത്. അപ്പോൾ വഴുതനങ്ങയൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് ആ വെള്ളം ഒന്ന് വലിഞ്ഞ് കഴിയുമ്പോൾ ഉരുളക്കിഴങ്ങ് നമ്മൾ നേരത്തെ ടോസ്റ്റ് ചെയ്തതും പിന്നെ നമ്മൾ ഇതുവരെ ഉപ്പൊന്നും ചേർത്തിട്ടുണ്ടായില്ല. അപ്പോൾ ഈ ഒരു സമയത്ത് പാകത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മൂടി വയ്ക്കുക. അപ്പോൾ മൂടി വെച്ച് കഴിഞ്ഞ് പിന്നെ ഞാൻ തുറന്നപ്പോൾ ആ ഒരു വഴുതനങ്ങയൊക്കെ ഒരു ചെറിയൊരു പുളി കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. അതുകൊണ്ട് വാളംപുളി പിഴിഞ്ഞൊഴിച്ചിട്ടുണ്ട്. ഇനി അഥവാ അതില്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കറിയൊക്കെ റെഡി ആയി കഴിയുമ്പോൾ കുറച്ച് നാരങ്ങാനീര് പിഴിഞ്ഞൊഴിച്ചാൽ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ കുറച്ച് നേരം ലോ ഫ്ലെയിമിൽ നിന്ന് മൂടി വെച്ചിട്ട് നന്നായിട്ട് കുക്ക് ചെയ്യുക. അപ്പോൾ ഉരുളക്കിഴങ്ങും വഴുതനങ്ങയൊക്കെ നല്ല സോഫ്റ്റായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു കറക്റ്റ് പാകത്തിന് ഗ്യാസ് ഓഫ് ചെയ്തേക്കാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല ടേസ്റ്റി ആയിട്ട് ഊണിനൊക്കെ കൂടി കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി മെഴുക്ക് പുരട്ടിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും വഴുതനങ്ങ ഉരുളക്കിഴങ്ങൊക്കെ നമ്മുടെ വീട്ടിൽ എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ളതാണ്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അതുപോലെ തന്നെ ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും അതുപോലെ തന്നെ ഫാമിലി മെമ്പേഴ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്തും കൂടെ കൊടുക്കുക കേട്ടോ.